വൃന്ദ, നമ്മൾ ഇന്നലെ രാവിലെ തൊട്ട് തന്നെ കണ്ടുവന്നിരുന്ന ഒരു പ്രവണത എന്ന് പറയുന്നത് ആദ്യ ഒരു മണിക്കൂറിൽ വലിയ രീതിയിലുള്ള ഒരു പോളിംഗ് രേഖപ്പെടുത്തുകയും പിന്നീട് വന്ന ആദ്യ 5 മണിക്കൂറിലെ തന്നെ പിന്നീട് ഉച്ചയാകുമ്പോഴത്തേക്കും പോളിംഗ് നല്ല രീതിയിൽ താഴേക്ക് പോവുകയും ചെയ്യുന്ന ഒരു രീതിയാണ് കണ്ടത്. എന്നാൽ ഇപ്പോൾ ഇന്നലെ പോളിംഗ് അവസാന നിമിഷം അവസാനിക്കുമ്പോൾ ഈ ഒരു പോളിംഗ് ശതമാനം എന്ന് പറയുന്നത് 70.51 എന്നതാണ്. 2021 പാലക്കാട് പോളിംഗ് ശരാശരി പോളിംഗ് നടന്നത് 73% അധികമായിരുന്നു. ഏതാണ്ട് 73.71% വരെയെല്ലാം പോളിംഗ് പോയിരുന്നു. ഇത്തവണ അതിനേക്കാൾ ഏതാണ്ട് 3.32% വോട്ടിങ്ങിൻ്റെ കുറവാണ് ഉണ്ടായിട്ടുള്ളത്. ഇത്തവണത്തെ ഒരു പ്രചാരണത്തിൻ്റെ ആവേശവും എല്ലാം കണ്ടുവന്നപ്പോൾ എല്ലാവരും വിചാരിച്ചിരുന്നത് ഇത്തവണ ഒരുപക്ഷെ റെക്കോർഡ് പോളിംഗ് ശതമാനത്തിലേക്ക് പാലക്കാട് എത്തിയേക്കും എന്നൊരു ചിന്ത മുന്നണികൾക്കെല്ലാം തന്നെ ഉണ്ടായിരുന്നു. ഇപ്പോൾ മുന്നണികൾ പ്രതീക്ഷിച്ച ആ ഒരു രീതിയിലേക്ക് പോളിംഗ് ശതമാനം എത്താത്തത് എല്ലാ ക്യാമ്പുകളിലും ചെറിയ ഒരു ആശങ്ക പടർത്തിയിട്ടുണ്ട് എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്കിലും ആരും ആത്മവിശ്വാസത്തിൽ ഒട്ടും കുറവ് വന്നിട്ടില്ല. എങ്കിൽ പോലും എവിടെയാണ് വോട്ട്, ആളുകൾ എന്തുകൊണ്ടാണ് ഈ ഒരു വോട്ടിങ്ങിന് എത്താതിരുന്നത് എന്ന കാര്യത്തിൽ സ്ക്വാഡുകളായി തിരിഞ്ഞ് തന്നെയുള്ളൊരു അന്വേഷണം ഉണ്ടാകും. എന്തായാലും ഇപ്പോൾ ഇതിൽ തപാൽ വോട്ടുകളൊന്നും കൂട്ടിയിട്ടില്ല. തപാൽ വോട്ടുകളും മറ്റും എണ്ണാതെയുള്ള അല്ലെങ്കിൽ അവ ഉൾപ്പെടുത്താതെയുള്ള പോളിംഗ് ശതമാനമാണ് ഇത്. ഏതാണ്ട് 1,94,000 വോട്ടർമാരുള്ള മണ്ഡലത്തിൽ 1,30,000 വോട്ടർമാർ മാത്രമാണ് വോട്ട് ചെയ്യാൻ എത്തിയിട്ടുള്ളത്. ഏതാണ്ട് അരലക്ഷത്തോടടുത്ത് വോട്ടർമാർ എത്താത്തതുണ്ട്. എന്തായാലും ഈ ഒരു കുറവ് എവിടെ വന്നു എന്നുള്ളതാണ് എല്ലാ പാർട്ടികളും തന്നെ അന്വേഷിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രതീക്ഷയിൽ നിൽക്കുന്നത് BJP ആണ്. BJPക്ക് വലിയ വേരോട്ടമുള്ള ഒരു സ്ഥലമാണ് പാലക്കാട് നഗരസഭ. കഴിഞ്ഞ തവണ നഗരസഭയിൽ ഇത്തരത്തിൽ BJPക്ക് തന്നെയായിരുന്നു മുൻതൂക്കം. ഇത്തവണ പാലക്കാട് നഗരസഭാ പരിധിയിൽ വലിയ ഒരു പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് BJPയുടെ പ്രതീക്ഷ വർദ്ധിപ്പിക്കുന്നുണ്ട്. പാലക്കാട്ടിലെ നഗരസഭയിൽ മാത്രമാണ് 71% പോളിംഗ് ശതമാനം എത്തിയിട്ടുള്ളത്. മറ്റിടങ്ങളിലെല്ലാം തന്നെ 70.5, 70.71, 70.6 എന്നീ നിലകളിലേക്കൊക്കെ പോളിംഗ് ശതമാനം എത്തിയെങ്കിലും 71% കടന്നത് പാലക്കാട് നഗരസഭയിൽ മാത്രമാണ്. അത് BJPക്ക് വലിയ പ്രതീക്ഷ തന്നെ നൽകുന്നുണ്ട്. കാരണം നഗരസഭാ പരിധിയിൽ കഴിഞ്ഞ തവണ ഉണ്ടായതിനേക്കാൾ വോട്ട് ഇത്തവണ ലഭിച്ചിട്ടുണ്ട്. കഴിഞ്ഞ തവണ വലിയ വേരോട്ടമുള്ള അല്ലെങ്കിൽ വലിയൊരു മുന്നേറ്റം വോട്ടിൻ്റെ എണ്ണത്തിലും അതുപോലെ തന്നെ വോട്ടർമാരുടെ എണ്ണത്തിലും വോട്ടിംഗ് ശതമാനത്തിലും BJPക്ക് വലിയൊരു മുന്നേറ്റം ഉണ്ടായ സ്ഥലമായിരുന്നു പാലക്കാട് നഗരസഭാ പരിധി. സ്വാഭാവികമായും അവിടെ വോട്ടർമാർ കൂടുതലെത്തി വോട്ട് ചെയ്തത് BJPക്ക് അത്രയധികം വോട്ടുകൾ ലഭിക്കാൻ കാരണമാകും എന്നുള്ളൊരു പ്രതീക്ഷയിൽ തന്നെയാണ് BJP ഇപ്പോഴുള്ളത്. അതോടൊപ്പം തന്നെ സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയതിനെ തുടർന്ന് പാർട്ടിക്ക് അത്ര നാളില്ലാത്ത ഒരു ഐക്യം കൈവന്നിരുന്നു. അത്രയും ദിവസം ചേരിതിരിഞ്ഞ് നിന്നിരുന്നവരെല്ലാം തന്നെ അവസാനം ആ 2 ദിവസങ്ങളിൽ വളരെയധികം ഒരു പാർട്ടിക്കൊരു ഐക്യം വന്നിരുന്നു. ആ ഐക്യവും ഇത്തരത്തിൽ വോട്ട് കൂടാൻ കാരണമായിട്ടുണ്ടാകും എന്നാണ് കരുതുന്നത്. അതേസമയം UDFിൻ്റെ ശക്തി കേന്ദ്രമായ പിരായിരിയിൽ കഴിഞ്ഞ തവണത്തേതിനേക്കാളും വളരെ വലിയ വ്യത്യാസം വോട്ടിങ്ങിൽ വന്നിട്ടുണ്ട്. പിരായിരി പഞ്ചായത്തിലാകട്ടെ ഇന്നലെ ഇരട്ട വോട്ടടക്കം കള്ളവോട്ടും ഇരട്ട വോട്ടും അടക്കം നിരവധി ആരോപണങ്ങളെല്ലാം ഉണ്ടായ ഒരു പഞ്ചായത്തായിരുന്നു. കഴിഞ്ഞ തവണ അവിടെ 77%, അതായത് 2021 അവിടെ 77%-ഓടടുത്തായിരുന്നു പോളിംഗ് എങ്കിൽ ഇത്തവണ അത് 69%-ലേക്ക് കുറഞ്ഞിട്ടുണ്ട്. 69.78% പിരായിരി പഞ്ചായത്തിൽ ഇത്തവണ രേഖപ്പെടുത്തിയ പോളിംഗ്. കഴിഞ്ഞ തവണത്തേതിനേക്കാളും 8% കുറവാണ് ഇവിടെ ഇത്തവണ പോളിംഗ്. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട 2 മണ്ഡലങ്ങളായിരുന്നു കണ്ണാടിയും അതുപോലെ തന്നെ മാത്തൂരും. കണ്ണാടിയിലും മാത്തൂരിലും എല്ലാം ഇത്തരത്തിൽ വലിയ പോലീസ് സന്നാഹവും സുരക്ഷയും എല്ലാം ഒരുക്കിയിരുന്നു. കണ്ണാടിയിലും ഇത്തവണ 68%-ആയി പോളിംഗ് ശതമാനം കുറഞ്ഞിട്ടുണ്ട്. മാത്തൂരിലും 68.2% മാത്രമാണ് പോളിംഗ്. മാത്തൂരും കണ്ണാടിയും എല്ലാം ഒരേ സമയം UDFിനും അതുപോലെ തന്നെ LDFിനും വലിയ ആധിപത്യമുള്ള കേന്ദ്രങ്ങളാണ്. അവിടുത്തെ വോട്ട് കുറഞ്ഞത് സ്വാഭാവികമായും ഈ മുന്നണികളെ എന്തായാലും നല്ല രീതിയിൽ തന്നെ ആശങ്കയിലാഴ്ത്തിയിട്ടുണ്ട്. ആദ്യം 15,000-ന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് പറഞ്ഞിരുന്ന UDF ഇപ്പോൾ 5 അക്കത്തിൽ നിന്നെല്ലാം വിട്ട് 15,000-ൽ നിന്നെല്ലാം വിട്ട് ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്നുള്ളൊരു നിലയിലേക്ക് വന്നിട്ടുണ്ട്. ഈ 15,000-ന്റെ ഭൂരിപക്ഷമൊന്നും എന്തായാലും പ്രതീക്ഷിക്കാൻ കഴിയില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമുക്ക് വ്യക്തമാകുന്നത്. എന്തായാലും ഇപ്പോൾ ഏറ്റവും വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത്
CPM-നെ സംബന്ധിച്ചിടത്തോളമാണ്. കാരണം BJP-യുടെ ശക്തി കേന്ദ്രമായ മണ്ഡലങ്ങളിൽ കൂടുതൽ പോളിംഗ്, താരതമ്യേന കനത്ത പോളിംഗ് രേഖപ്പെടുത്തപ്പെടുകയും അതേസമയം CPM-ന്റെ പാരമ്പര്യമായി CPM കോട്ടകളായ മണ്ഡലങ്ങളിൽ വോട്ടിംഗ് കുറയുകയുമാണ് ചെയ്തിരിക്കുന്നത്. കഴിഞ്ഞ തവണത്തെ 3-ാം സ്ഥാനം എന്നതിൽ നിന്ന് നില മെച്ചപ്പെടുത്തുക എന്ന ഒരു ലക്ഷ്യമെങ്കിലും ഇത്തവണത്തെ തിരഞ്ഞെടുപ്പോടുകൂടി നിറവേറ്റണം എന്നത് CPM-ന് അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ ഇത്തവണത്തെ വോട്ടിംഗ് ശതമാനത്തിൻ്റെ ഒരു കണക്ക് വെച്ച് പരിശോധിക്കുമ്പോൾ CPM-നെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ വോട്ടുകൾ പോയിട്ടുള്ളത് CPM-നാണ് എന്ന് കാണാൻ കഴിയും. അങ്ങനെയെങ്കിൽ ചില നിലനിർത്തി വരുന്ന ചില പഞ്ചായത്തുകളിലെ വോട്ടുകൾ മുഴുവനായും പിടിക്കാൻ സാധിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ ഫലപ്രഖ്യാപനം എന്ന് പറയുന്നത് ഒരു കടമ്പ തന്നെ ആയിരിക്കും. കാരണം കണ്ണാടിയിലെയും പിരായിരിയിലെയും വോട്ടുകൾ CPM-ന് നിന്ന് BJP-യിലേക്ക് പോയിട്ടുണ്ടെങ്കിൽ ഇത്തവണയും 3-ാം സ്ഥാനത്തിലേക്ക് തന്നെ CPM വീഴാനാണ് സാധ്യത. അതേസമയം BJP-ക്ക് കഴിഞ്ഞ തവണത്തേതിനേക്കാളും വലിയ മുന്നേറ്റം ഇത്തവണയും ഉണ്ടാക്കാൻ ഉള്ളൊരു സാധ്യതയും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ CPM-നെ സംബന്ധിച്ചിടത്തോളം ഈ തിരഞ്ഞെടുപ്പ് വലിയ രീതിയിൽ തന്നെ ഒരു പ്രതികൂലമായി ബാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ 2021 വലിയ 78% എല്ലാം വോട്ടിംഗ് രേഖപ്പെടുത്തിയ ഇടത്ത് ഇത്തവണ വെറും 70% വോട്ടിംഗ് രേഖപ്പെടുത്തപ്പെട്ടത് എന്നതും വലിയ രീതിയിലൊരു ആശങ്ക മുന്നണികൾക്കിടയിൽ സൃഷ്ടിക്കുന്നുണ്ട്. ആത്മവിശ്വാസം ഉണ്ട് എന്ന് പറയുമ്പോഴും ഇത്തരത്തിൽ വോട്ടിങ്ങിൽ വന്ന ഒരു കുറവ്, പ്രത്യേകിച്ചും 1.5 മാസത്തോളം പ്രചാരണത്തിനായി സമയമുണ്ടായിരുന്നു. അതിനു പുറമെ വോട്ടിംഗ് തെരഞ്ഞെടുപ്പ് പ്രമാണിച്ച് പ്രാദേശികമായി അവധി പ്രഖ്യാപിച്ചിരുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് മാത്രമല്ല പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കും എല്ലാം തന്നെ അവധി പ്രഖ്യാപിച്ചിരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ജോലിക്ക് പോകേണ്ടുന്ന ഒരു അവസ്ഥ ഇല്ലാതിരുന്നിട്ട് പോലും എന്തുകൊണ്ടാണ് ആളുകളെ പോളിംഗ് സ്റ്റേഷനുകളിലേക്ക് എത്തിക്കാൻ പാർട്ടികൾക്ക് കഴിയാതെ പോയത് എന്നുള്ളൊരു ചോദ്യമാണ് അവശേഷിക്കുന്നത്. എന്തായാലും പോളിംഗ് ശതമാനത്തിലുണ്ടായ ഒരു കുറവ് തീർത്തും അപ്രതീക്ഷിതം തന്നെയായിരുന്നു. അതിലപ്പുറം ഇനി വിധി വരാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ, അല്ലെങ്കിൽ ദിവസങ്ങൾ മാത്രം ശേഷിക്കെ, 2 ദിവസം കഴിഞ്ഞാൽ ഫലപ്രഖ്യാപനമാണ്. അത്തരത്തിൽ ഇനി ദിവസങ്ങൾ മാത്രം ശേഷിക്കെ ഇപ്പോഴും പ്രവചനാതീതമായി തന്നെയാണ് പാലക്കാട്ടെ നില തുടരുന്നത്. ഒരുപക്ഷെ BJP-ക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് പറയാൻ കഴിയും. CPM-ന്റെ വോട്ടുകൾ ഒരുപക്ഷെ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയാൻ കഴിയും. അതിലപ്പുറം ആര് ജയിക്കും എന്നതിൽ ഇപ്പോഴും പാലക്കാട് പ്രവചനാതീതമായി തന്നെയാണ് വൃന്ദ നിലനിൽക്കുന്നത്. തീർച്ചയായും അതുല്യ, വലിയ രീതിയിൽ രാഷ്ട്രീയ കേരളം മുഴുവനും നോക്കിക്കണ്ട ഒരു തെരഞ്ഞെടുപ്പ് തന്നെയാണ് പാലക്കാട് നടന്നത്. വലിയ രീതിയിൽ ആഘോഷിച്ച ഒരു കൊട്ടിക്കലാശം, പ്രധാന നേതാക്കളെല്ലാം തന്നെ എത്തി വലിയ രീതിയിൽ, മികച്ച രീതിയിൽ നിരവധി ആളുകൾ പങ്കെടുത്ത ഒരു കൊട്ടിക്കലാശം തന്നെയാണ് നമ്മൾ കണ്ടത്. എന്നാലും കൊട്ടിക്കലാശത്തിൽ കണ്ട അത്രയും ആളുകൾ ഇവിടെ പോളിംഗ് ബൂത്തിൽ എത്തിയിരുന്നില്ല എന്നുള്ളത് വലിയ ഒരു പരാജയം തന്നെയാണ് 3 മുന്നണികളും. ഇവർ ഉന്നയിക്കുന്ന പ്രധാന അവകാശവാദങ്ങൾ എന്തൊക്കെയാണ്? ഈ തുടക്കത്തിൽ വോട്ടിംഗ് വലിയ രീതിയിൽ ആദ്യ 1 മണിക്കൂറിൽ പ്രതീക്ഷിച്ചതിലും വലിയ ഒരു വോട്ടർ ടേൺ ഔട്ട് ഉണ്ടായിരുന്നു. എന്നാൽ അതിനുശേഷം പതിയെ വോട്ടിംഗ് കുറഞ്ഞു വന്നപ്പോൾ പോലും പല മുന്നണികളും പ്രതികരിച്ചത് അവസാന 2 മണിക്കൂറിൽ, അതായത് 6 മണിക്ക് ഈ ഒരു വോട്ടിംഗ് അവസാനിക്കുന്നതിന് തൊട്ട് മുൻപുള്ള ആ 2 മണിക്കൂർ, 4 മണിക്ക് ശേഷമാണ് പൊതുവെ തിരക്ക് അനുഭവപ്പെടാറുള്ളത് എന്നതാണ്. ഈ വോട്ടിങ്ങിൻ്റെ സാധാരണ രീതിയിൽ നമ്മൾ കണ്ടുവരാറുള്ള ഒരു പ്രവണത എന്ന് വെച്ചാൽ ആദ്യ മണിക്കൂറുകളിലും അവസാന മണിക്കൂറുകളിലുമാണ് ഒരു ഭൂരിഭാഗം വോട്ടുകളും രേഖപ്പെടുത്തപ്പെടുന്നത്. ഈ ആദ്യത്തെ 7 മണിക്ക് വോട്ടിംഗ് ആരംഭിച്ച് 10-10:30 വരെയുള്ള ആ ഒരു 3-4 മണിക്കൂറും, അതുപോലെ തന്നെ വോട്ടിംഗ് അവസാനിക്കുന്നതിന് മുൻപ് ഉച്ചയ്ക്ക് ശേഷമുള്ള 4 മണിക്ക് ശേഷമുള്ള ആ 2 മണിക്കൂറിലുമാണ് 80%-ലധികം വോട്ടുകളും രേഖപ്പെടുത്തുന്നത്. അതുകൊണ്ട് തന്നെ ഉച്ചയോടുകൂടി അല്ലെങ്കിൽ ഒരു 11 മണിയോടുകൂടി വോട്ടിംഗ് ശതമാനം കുറഞ്ഞു വരുന്നത് സംബന്ധിച്ച് പ്രതികരണങ്ങൾ എടുക്കുമ്പോൾ എല്ലാ മുന്നണികളും ആത്മവിശ്വാസം പ്രകടിപ്പിച്ചത് ഉച്ചയ്ക്ക് ശേഷം വോട്ട് എല്ലാം ഇവിടെ എത്തും, അല്ലെങ്കിൽ തങ്ങൾ ഉദ്ദേശിച്ച ഞങ്ങളുടെ പാർട്ടിയുടേതായി കണക്കാക്കുന്ന വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യപ്പെടും എന്നുള്ള ആത്മവിശ്വാസമാണ് പ്രകടിപ്പിച്ചത്. രാഹുൽ മാങ്കൂട്ടത്തിലെല്ലാം തന്നെ ഇത്തരത്തിൽ പോളിംഗ് ശതമാനം കുറഞ്ഞു വരുന്നതിനെ കുറിച്ച് ചോദിച്ചപ്പോൾ UDF വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട്, UDF വോട്ടുകളെല്ലാം പോൾ ചെയ്യപ്പെടുകയും ചെയ്യും എന്നുള്ള രീതിയിലാണ് പ്രതികരിച്ചത്. അത്തരത്തിൽ തന്നെയാണ് 3 മുന്നണികളിൽ നിന്നും ഇന്നലെ നമുക്ക് പ്രതികരണങ്ങളെല്ലാം തന്നെ ലഭിച്ചത്. ഞങ്ങളുടെ വോട്ടർ ലിസ്റ്റിലുള്ള ഞങ്ങളുടെ CPM വോട്ടുകൾ എന്ന് അവകാശപ്പെടുന്ന വോട്ടുകളും UDF വോട്ടുകൾ എന്ന് അവകാശപ്പെടുന്ന വോട്ടുകളും BJP വോട്ടുകളെന്ന് അവകാശപ്പെടുന്ന ഉറപ്പിക്കുന്ന വോട്ടുകളെല്ലാം തന്നെ പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് 3 മുന്നണികളുടെയും അവകാശവാദം. എവിടെയാണ്, ഏത് വിഭാഗത്തിൻ്റെ അല്ലെങ്കിൽ എവിടെയാണ് ഈ വോട്ടിങ്ങിൽ ഒരു കുറവ് വന്നിട്ടുള്ളത് എന്നത് ഇപ്പോഴും അന്വേഷിച്ച് വരുന്നത് തന്നെയാണ് ഉള്ളത്. എന്തായാലും മുന്നണികളെ സംബന്ധിച്ചിടത്തോളം അവർ ഇതൊരു വലിയ രീതിയിലുള്ളൊരു ആശങ്കയായി കണക്കാക്കുന്നില്ല എന്നുള്ളതാണ്. പാർട്ടി വോട്ടുകളെല്ലാം തന്നെ കൃത്യമായി പോൾ ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്നാണ് മുന്നണികളുടെ എല്ലാം തന്നെ അവകാശവാദം. വൃന്ദ.
ശരി, അതുല്യയാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്.